നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ഒല്ലൂരിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചിയാരം വാകയിൽ റോഡ് സ്വദേശികളായ LC, മേരി എന്നിവർ. ഇരുവരെയും KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ചു തെറിപ്പിച്ചത് രാവിലെ കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ. ചെങ്കൊടി നരച്ചാൽ അതിന് കാവ്യാകാനേ കഴിയൂ എന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി. ഇത് ബംഗാളും ത്രിപുരയും നൽകുന്ന പാഠം. പത്തിരിപ്പാലയിൽ സോളിഡാരിറ്റി ജില്ലാ പൊതുസമ്മേളനം. മങ്കരയിൽ റോഡ് നവീകരണത്തിൽ അഴിമതി ആരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. താവളം ചണ്ടക്കോട് റോഡ് മെറ്റലിംഗ് അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് പ്രദേശവാസികൾ. ജനകീയ സമരസമിതി റോഡ് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ഒല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾ മരിച്ചു. ചിയാരം വാകയിൽ റോഡ് സ്വദേശികളായ പൊറാട്ടുകര ദേവസിയുടെ ഭാര്യ 72 വയസ്സുള്ള LC, പൊറാട്ടുകര വീട്ടിൽ റാഫേലിന്റെ ഭാര്യ 73 വയസ്സുള്ള മേരി എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു അപകടം. ചിയാരം ഗലീലി പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഇരുവരെയും KSRTC ബസ് ഇടിച്ചത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ് LCയെയും മേരിയെയും ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തൽക്ഷണം മരിച്ചു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹങ്ങൾ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെങ്കൊടി നരച്ചാൽ അതിന് കാവ്യാകാനേ കഴിയൂ എന്ന് ത്രിപുരയും ബംഗാളും നൽകുന്ന പാഠമാണെന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി. സോളിഡാരിറ്റി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിരിപ്പാലയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷബീർ കൊടുവള്ളി. സംഘപരിവാറിന് വേണ്ടി CPIM ചുവപ്പ് പരവതാനി വിരിച്ച് മരുന്നിട്ട് കൊടുക്കുകയാണെന്നും ഹിന്ദുത്വ മാർക്സിസമായി CPMന്റെ രാഷ്ട്രീയം മാറിയെന്നും സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി കൂട്ടിച്ചേർത്തു. ഹിന്ദുത്വ മാർക്സിസത്തെ തിരിച്ചറിയുക, CPMന്റെ മുസ്ലിം വിരുദ്ധ വംശീയതയ്ക്കെതിരെ ചെറുക്കുക എന്ന മുദ്രാവാക്യവുമായി പത്തിരിപ്പാലയിൽ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഷബീർ കൊടുവള്ളി. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങൾ, ബൈറ്റുകൾ മാത്രം നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഈ രാജ്യത്തിന്റെ മുമ്പിൽ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിക്കുന്ന ഹിന്ദുത്വ RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പ്രസ്താവനകളാണ് ഗോവിന്ദൻ നടത്തിയത്. അതേ സമയത്ത് തന്നെ മുസ്ലിം സമുദായത്തിലെ വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം എന്ന അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ എത്രയാണ് എന്നെടുത്ത് പരിശോധിച്ചാൽ ഈ രാജ്യത്തിന്റെ ഭീകര സ്വപ്നമായി ഈ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വത്തെക്കാൾ RSSനെതിരെ നടത്തിയ പ്രസ്താവനയേക്കാൾ കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാന സെക്രട്ടറി ഇത്രയധികം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ജില്ലാ പ്രസിഡന്റ് നവാസ് പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സഫീർ ആലത്തൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മൊഹസിൻ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ കമ്മിറ്റി അംഗം PS അബൂ ഫൈസൽ, ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് TN മുഹമ്മദ്, ഏരിയ സെക്രട്ടറി യൂസഫ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര താവളം ചണ്ടക്കോട് റോഡിൽ മെറ്റലിട്ട പ്രവൃത്തികളിൽ അഴിമതി ആരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. നടപടി ആവശ്യപ്പെട്ട് വിജിലൻസ്, പഞ്ചായത്ത് സെക്രട്ടറി, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഗ്രാമീണ റോഡിൽ ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ കീറിയ ചാൽ മെറ്റലിട്ട് നടത്തിയ പ്രവൃത്തികളിലാണ് നാട്ടുകാർ ക്രമക്കേടും അഴിമതി ആരോപണവും ഉന്നയിക്കുന്നത്. 30 സെന്റിമീറ്റർ വീതിയുള്ള 160 മീറ്റർ ദൂരത്തിൽ മെറ്റൽ നികത്തിയതിന് 3 ലക്ഷം രൂപയാണ് ഫണ്ട് അനുവദിച്ചത്. എന്നാൽ ഈ പ്രവൃത്തിക്ക് 1 ലക്ഷത്തിൽ താഴെ മാത്രമേ ചിലവ് വരികയുള്ളൂ എന്നും ഇതിൽ 3 ലക്ഷം രൂപ എങ്ങനെ അനുവദിച്ചു എന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രതിഷേധ സമരത്തിന് OM മോഹൻരാജ്, CA കൃഷ്ണൻ, പഞ്ചായത്ത് അംഗം KV രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, K കൃഷ്ണൻ, KN ഗംഗാധരൻ, അബു എന്നിവർ നേതൃത്വം നൽകി. എന്തായാലും ഈ റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾ ഇതിനകം തന്നെ ബോധ്യപ്പെട്ടൊരു വിഷയമാണ്. ഇതിനെ സംബന്ധിച്ച് വിജിലൻസിനും ഗ്രാമപഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പരാതി കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ്. വലിയ പകൽക്കൊള്ളയാണ് ഈ റോഡിൻ്റെ അഭിവൃദ്ധിയുമായി, ഈ ചണ്ടേക്കോട് റോഡിൻ്റെ അഭിവൃദ്ധിയുമായി നടത്തിയിട്ടുള്ളത്. എങ്ങനെ കണക്കാക്കിയാലും 3 ലക്ഷം രൂപയുടെ
പണി എങ്ങനെ കണക്കാക്കിയാലും വരുന്നതല്ല. അതുകൊണ്ട് ഈ അഴിമതിക്കാർക്കെതിരായി ശക്തമായ നടപടി ഉണ്ടാവണം. ഈ റോഡിൻ്റെ കോൺക്രീറ്റ് അടിയന്തരമായി നടപ്പാക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ ഇത് വന്ന് പരിശോധിക്കപ്പെടണം. എന്തായാലും ജനങ്ങൾ സംഘടിക്കപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിക്ക് ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗുണഭോക്തൃ സംഗമം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട SC ജനറൽ വിഭാഗം ഗുണഭോക്താക്കളുടെ സംഗമമാണ് പഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ ചേർന്നത്. പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ അംബിക സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലൈഫ് ജനറൽ 582 പേരും SC വിഭാഗത്തിൽ 307 പേരുമാണ് ലിസ്റ്റിലുള്ളത്. ആകെ 889 പേരുടെ ലിസ്റ്റാണ് അമ്പലപ്പാറയിലേത്. ആദ്യഘട്ടത്തിൽ ജനറൽ വിഭാഗത്തിൽ 45 പേർക്കും SC വിഭാഗത്തിൽ 39 പേർക്കും തുക കൈമാറിയിരുന്നു. ജനറൽ SC ലിസ്റ്റിൽ നിന്ന് ഇതോടെ 125 ഗുണഭോക്താക്കൾക്ക് വീട് ലഭിക്കും. പരമാവധി ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകുന്നതിനായി 1 കോടി രൂപ ഹഡ്കോ വായ്പയ്ക്ക് പഞ്ചായത്ത് അപേക്ഷ നൽകിയിട്ടുണ്ട്. വായ്പ ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് ഗുണഭോക്താക്കളെ കൂടി പരിഗണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ PMAY പദ്ധതി പ്രകാരം 145 പേർ ഇതിനകം എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. യൂത്ത് കോൺഗ്രസ് മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രുതി S. നായർ നേതൃത്വം നൽകി. ഇവിടെ പദ്ധതി നിർവഹണമല്ലോ നടക്കുന്നുണ്ടോ? മണ്ണൂർ പഞ്ചായത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ പദ്ധതികൾ വെച്ചിട്ടുണ്ട് എന്നറിയാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് അവകാശമില്ലേ? എന്നാൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കോ അതുപോലത്തെ ഇവിടുത്തെ പ്രസിഡന്റിനോ ഇവിടുത്തെ ഭരണസമിതിക്കോ കൃത്യമായി അതിന് ഒരു ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടോ? കൊട്ടക്കുന്നിൽ നിന്നും ആരംഭിച്ച പദയാത്രയ്ക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് ക്യാപ്റ്റൻ ശ്രുതിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം സേവാദൾ ജില്ലാ ചെയർമാൻ മുഹമ്മദ് ചെറൂട്ടി ഉദ്ഘാടനം ചെയ്തു. ശ്രുതി S. നായർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുറിശി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK അശ്വജിത്ത്, ജില്ലാ സെക്രട്ടറി ഗിസാൻ മുഹമ്മദ്, INTUC ജില്ലാ സെക്രട്ടറി PC പ്രിദത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് PS സക്കറിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാമേള സംഘടിപ്പിച്ചു. ഒരുമ എന്ന പേരിൽ ഒരുക്കിയ കലാമേള കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CR അനിത, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ MR രജിത, C അനിത, NK ശശിധരൻ, V അംബിക, ICDS സൂപ്പർവൈസർ പ്രമീള, ഭിന്നശേഷി കോർഡിനേറ്റർ ആബിദ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ മേലെ വെട്ടിക്കാട്ടിരി വലിയുള്ളാഹി അബ്ദുൾ റഹ്മാൻ തങ്ങൾ ആണ്ട് നേർച്ചയ്ക്കും ദുആ സമ്മേളനത്തിനും സമാപനമായി. ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് നടന്ന ദുആ സമ്മേളനം സംസ്ഥ കേന്ദ്ര മുശവാറ അംഗം മൊയ്തീൻ കുട്ടി മുസ്ലിയാർ താഴപ്ര ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി അധ്യക്ഷത വഹിച്ചു. കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. പൂക്കോയ് തങ്ങൾ തോന്നൂർക്കര, നജ്മുദ്ദീൻ തങ്ങൾ തോന്നൂർക്കര, ജാബിർ തങ്ങൾ പാടൂർ, മുസ്തഫ കാമിൽ സഖാഫി നെടുമ്പുര, MS മുഹമ്മദ് ഹാജി വെട്ടിക്കാട്ടിരി, അബ്ബാസ് മുസ്ലിയാർ, KR മുഹമ്മദ് അൻവരി, ശ്രീപുഷ്കരം അബ്ദുൾ ഖാദിർ സഖാഫി, ഷെരീഫ് ബാഖഫി തുടങ്ങിയവർ സംസാരിച്ചു. മരണപ്പെട്ട ദിവസമാണ് അത് സംഭവിക്കുന്നത്. മരിച്ച ദിവസമാണ് നോമത്തൽ അറൂസായി പുതിയാപ്പളയായി ഒരു പുതിയാപ്പള കടന്നിറങ്ങും പോലെ മണിയറയിൽ കിടക്കുമ്പോൾ സുഖമായി ഉറങ്ങിക്കോളൂ എന്ന് മലക്കുകൾ പറയുന്ന ആ ഒരു അവസ്ഥ മരിച്ച ദിവസമാണ് ഉണ്ടാകുന്നത്. അതാണ് ഉറൂസ് എന്ന് പറയുന്നത്. അത് നാം ആ വലിയനെ അനുസ്മരിച്ചുകൊണ്ട് നാം അത് ആഘോഷിക്കുകയാണ്. ആ വലിയൻ്റെ പേരിൽ സദഖ ചെയ്യുന്നു.
ആ വലിയൻ്റെ പേരിൽ ധാരാളം പുണ്യമായ അമലുകൾ ചെയ്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തി വഅദ് പറഞ്ഞ് ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇതാണ് ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അനിസ്ലാമികമായ ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളതല്ല. സ്വാഗത സംഘം ചെയർമാൻ KS മുഹമ്മദ് ഹാജി സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ഹംസ വെട്ടിക്കാട്ടിരി നന്ദിയും പറഞ്ഞു. കിള്ളിമംഗലം ഇർഷാദ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബുർബ മജ്ലിസും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ സിബി തോമസ് പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം രാവിലെ 10 മണിക്കായിരുന്നു പെരുന്നാൾ കൊടിയേറ്റ്. വികാരി ഫാദർ സിബി തോമസ് കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് ആദ്യഫല ലേലം നടന്നു. ദേവാലയത്തിൽ വിശുദ്ധ കന്യാമറിയത്തിന്റെ ഓർമ്മ പെരുന്നാളും ദേവാലയം സ്ഥാപിതമായതിന്റെ 80ാം വാർഷിക ജൂബിലിയുമാണ് ജനുവരി 12 മുതൽ 19 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ആ കല്ലറകളുടെ ദിവസം അവരുടെയും ആത്മാവ് സന്തോഷിക്കാൻ എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഇടയിൽ വന്നല്ലോ എന്നുള്ള ബോധ്യത്തിൽ നമ്മളാണ് പോകേണ്ടത്. ശനിയാഴ്ച ഗീവർഗീസ് മാർ പക്കോമിയോസിന് ദേവാലയത്തിൽ സ്വീകരണം നൽകും. സന്ധ്യാനമസ്കാരത്തിന് ശേഷം വചന സന്ദേശം, തുടർന്ന് ആഘോഷമായ പ്രദക്ഷിണം, ഗ്ലൈഹിക വാഴ്വ് എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഗീവർഗീസ് മാർ പക്കോമിയോസിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. തുടർന്ന് കുരിശടിയിലേക്ക് പ്രദക്ഷിണം, ജൂബിലി ഉദ്ഘാടന സമ്മേളനം, മുതിർന്നവരെ ആദരിക്കൽ, സ്നേഹവിരുന്ന് എന്നിവയുമുണ്ടാകും. വൈകിട്ട് കലാസന്ധ്യയും ഒരുക്കിയിട്ടുണ്ട്. കലാസന്ധ്യയോടനുബന്ധിച്ച് സ്നേഹക്കൂട് എന്ന നാടകവും അരങ്ങേറും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെന്റ് ഹൈസ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ EP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് മനോജ് കുമാർ, ഹെഡ് മിസ്ട്രസ് ലക്ഷ്മി ദേവി, സീനിയർ അസിസ്റ്റന്റ് P പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ആദ്യ ദിനം ആയുർവേദ സമാജം, ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ, നഗരവനം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ വീടും ക്യാമ്പംഗങ്ങൾ സന്ദർശിച്ചു. Hello. Are you came from? I'm came from America. Okay. And for what purpose? Why you came here? I will watch the shadow of a tree. Okay, very nice, very nice. Oh, you see, all Very nice people. all guys are here. They are not people. They are students. രണ്ടാം ദിനത്തിൽ യോഗ ക്ലാസ്, കുട്ടികളുടെ മാനസിക സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാം എന്നത് സംബന്ധിച്ച അവബോധന ക്ലാസ്, ഫയൽ നിർമ്മാണം, പുഴ ശുചീകരണം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മേളപ്പെരുക്കത്തിൽ ലയിച്ച് ആസ്വാദകർ. ആവേശമായി അമ്പലപ്പാറ കണ്ണമംഗലം മൂന്നമ്പനക്കുന്ന് മാരിയമ്മൻ കോവിലിൽ നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റം. കലാമണ്ഡലം സന്തോഷിന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ 9 പേരുടെ അരങ്ങേറ്റമാണ് ക്ഷേത്രത്തിൽ നടന്നത്. ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾക്ക് ശേഷം ആരംഭിച്ച മേളം 2.25 മണിക്കൂറോളം നീണ്ടുനിന്നു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ദീർഘനേരം കൊട്ടിക്കയറിയത് കാണികളിൽ ആവേശത്തിനൊപ്പം കൗതുകവുമുണർത്തി.
മേളത്തിന് ശേഷം ഉപഹാര സമർപ്പണവും 200ഓളം പേർക്ക് സദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പുള്ളി ഏരിയ 33-ാം വാർഷിക സമ്മേളനം ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. യൂണിയൻ പാലക്കാട് ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തെ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനത്തിന്റെ ആ സംഘടനാ പ്രവർത്തനത്തെ കാണിക്കുന്ന റിപ്പോർട്ട്, അതേമാതിരി അതിനുവേണ്ടി ചെലവാക്കിയ സാമ്പത്തികത്തിന്റെ വരവ് ചെലവുകളൊക്കെ അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയങ്ങൾ, അവകാശാനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസ്സാക്കുക തുടങ്ങിയവയാണ് യൂണിറ്റ് സമ്മേളനങ്ങളുടെ ലക്ഷ്യം. ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി PM സുരേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ P സോമസുന്ദരൻ വരവ് ചെലവ് കണക്കും വൈസ് പ്രസിഡന്റ് K ശങ്കരൻകുട്ടി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം P ഗംഗാധരൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ, സെക്രട്ടറി ES കൃഷ്ണൻ എന്നിവർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. K പരമേശ്വരൻ മാസ്റ്റർ, MK മോഹൻദാസ്, CN ഭവദാസനുണ്ണി മാസ്റ്റർ, K സരള, PA പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് TB ബാലസുബ്രഹ്മണ്യൻ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും വനിതാ സാഹിതി യൂണിറ്റുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ MT അനുസ്മരണം നടത്തി. ചടങ്ങിൽ ഭാവഗായകൻ P ജയചന്ദ്രന് ആദരാഞ്ജലികളും അർപ്പിച്ചു. പ്രൊഫസർ മുരളി MT അനുസ്മരണ പ്രഭാഷണം നടത്തി. കുമാരി അനുജ ടീച്ചർ MT സിനിമയിലെ ഗാനങ്ങൾ ആലപിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ കീഴത്തൂർ മുരുകൻ, പുരോഗമന കലാസാഹിത്യ സംഘം കോട്ടായി യൂണിറ്റ് സെക്രട്ടറി N രാജേഷ്, പുകാസ വനിതാ സാഹിതി ജില്ലാ ഭാരവാഹി ലളിത മധു, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ, മണികണ്ഠൻ, വനിതാ സാഹിതി മേഖലാ സെക്രട്ടറി രമ്യ എന്നിവർ സംസാരിച്ചു. വനിതാ സാഹിതി പ്രവർത്തകർ P ജയചന്ദ്രന്റെ ഗാനങ്ങളും ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാത്തൂർ ചെങ്ങണിയൂർ AUP സ്കൂളിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കളുടെ കലോത്സവം സംഘടിപ്പിച്ചു. ആരവം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ 60ഓളം രക്ഷിതാക്കൾ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിന് മാനേജർ TK ദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് T സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക C അംബിക സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി S വെങ്കടാചലം മാസ്റ്റർ നന്ദിയും പറഞ്ഞു. അബ്ബാസ് മാസ്റ്റർ, KM മാത്തൂർ, അജയൻ മാസ്റ്റർ എന്നിവർ വിധികർത്താക്കളായി. അനസ് മാസ്റ്റർ, സ്വീജ ജലീൽ എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു. 100ഓളം രക്ഷിതാക്കൾ പങ്കെടുത്ത രക്ഷിതാക്കളുടെ കലോത്സവം കാണാൻ നിരവധി പേർ സ്കൂളിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒല്ലൂരിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചിയാരം വാകയിൽ റോഡ് സ്വദേശികളായ LC, മേരി എന്നിവർ. ഇരുവരെയും KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ചു തെറിപ്പിച്ചത് രാവിലെ കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ. ചെങ്കൊടി നരച്ചാൽ അതിന് കാവ്യാകാനേ കഴിയൂ എന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി. ഇത് ബംഗാളും ത്രിപുരയും നൽകുന്ന പാഠം. പത്തിരിപ്പാലയിൽ സോളിഡാരിറ്റി ജില്ലാ പൊതുസമ്മേളനം. മങ്കരയിൽ റോഡ് നവീകരണത്തിൽ അഴിമതി ആരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. താവളം ചണ്ടക്കോട് റോഡ് മെറ്റലിംഗ് അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് പ്രദേശവാസികൾ. ജനകീയ സമരസമിതി റോഡ് ഉപരോധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.